മുറിവേറ്റ മഖോവിനെയും കൊണ്ട് പാളയത്തിലേക്ക് പോയ നെസ്തോർ കപ്പലുകൾക്കരികെ സമരം ശക്തിപ്പെട്ടു വരുന്നതായി തോന്നിയതിനാൽ ആ ബിശ്വഘരനെ അവിടെ വിശ്രമിക്കുവാൻ ഇരുത്തിക്കൊണ്ട് സ്വപുത്രൻ ത്രസ്യമിഡീസിന്റെ കവചമണിഞ്ഞ് മൂർച്ചയുള്ള ഒരു കുന്തവും കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി. വെളിയിൽ കോട്ടമതിലുകൾ തകർന്നു കിടക്കുന്നതും ഭടജനങ്ങൾ പലായനം ചെയ്യുന്നതും ട്രോജന്മാർ അവരെ പിന്തുടരുന്നതും അദ്ദേഹം ഹൃദയവേദനയോടുകൂടി നോക്കിക്കണ്ടു. ആദ്യമായി അഗമെമ്നോൻ രാജാവിനെ കാണുകയാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് മുമ്പോട്ടടന്നപ്പോൾ മുറിവേറ്റ ഡയോമിഡിയസും ഒഡീസിയൂസും അഗമെമ്നോണും തന്റെ നേരെ നടന്നു വരുന്നതായി നെസ്തോർ കണ്ടു. അവർ അടുത്തെത്തിയപാടെ തങ്ങൾ വന്നുപെട്ടിരിക്കുന്ന അപകടനിലയെ കണക്കിലെടുത്തുകൊണ്ട് അനന്തര കരണീയത്തെ പറ്റി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തണമെന്ന് നെസ്തോർ നിർബന്ധിച്ചു. അഗമെമ്നോൻ അപ്പോൾ ഇങ്ങനെ ഉപദേശിച്ചു: നമുക്ക് ആദ്യമായി കടലിനോട് തൊട്ടുകിടക്കുന്ന കപ്പലുകൾ പുറത്തേക്ക് തള്ളി നങ്കൂരക്കല്ലുകളിൽ കെട്ടി നിർത്താം. അത് കണ്ടവർ യുദ്ധം നിർത്തുന്ന പക്ഷം രാത്രിയാകുന്നതുവരെ കാത്തിരുന്നത് കൊണ്ട് പലായനം ചെയ്യാം. നാളെ പിടികൊടുക്കുന്നതിനേക്കാൾ ഭേദം ഇന്നോടി രക്ഷപ്പെടുകയാണ്. പടുവിഡിത്തം നിറഞ്ഞ ആ ഉപദേശത്തെ അമർഷത്തോടുകൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് ഒഡീസിയസ് പറഞ്ഞു: യുദ്ധത്തിന്റെ അറ്റം കാണുന്നതുവരെ പൊരുതുവാൻ ശീലിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. ഈ കണ്ട യാതനകളെല്ലാം നാമും നമ്മുടെ ഭടജനങ്ങളും സഹിച്ചത് ട്രോയ് നഗരത്തോട് ഇതുവിധം യാത്ര പറഞ്ഞ് പിരിയുന്നതിനല്ല. ഹേ ലജ്ജാവഹം! ഒഡീസിയസിന്റെ പരുക്ഷ വാക്കുകൾ കൊണ്ടുള്ള പ്രഹരമേറ്റപ്പോൾ തന്റെ നിർദ്ദേശത്തേക്കാൾ ഫലാദായകമായ നിർദ്ദേശം ആര് വെച്ചാലും അത് കൈക്കൊള്ളുവാൻ ഒരുക്കമാണെന്ന് അഗമെമ്നോൻ അറിയിച്ചു. അപ്പോൾ ഡയോമിഡിയസ് അറിയിച്ചു: നമുക്ക് നേരെ സമരരംഗത്തേക്ക് പോകാം. മുറിവേറ്റിരിക്കുന്ന നാം അകലെ നിന്നുകൊണ്ട് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നവരെ അണിനിരത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചു. അപ്പോൾ പൊസൈഡൻ ദേവൻ ഒരു വൃദ്ധന്റെ വേഷത്തിൽ അവിടെ മുമ്പിലെത്തി. അഗമെമ്നോണിന്റെ കൈ പിടിച്ചു കുലുക്കി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: എല്ലാവരും സമരരംഗത്തേക്ക് നീങ്ങി. ഒളിമ്പിസിന്റെ കൊടുമുടിയിലിരുന്ന് ഈ കാഴ്ചകൾ വീക്ഷിച്ചു കൊണ്ടിരുന്ന ഹെറാദേവിക്ക് പൊസൈഡൻ കൊടുത്ത പ്രോത്സാഹനത്തിൽ തൃപ്തി തോന്നി. എന്നാൽ ട്രോജൻകാർക്ക് യുദ്ധവിജയം ആംശംസിച്ചുകൊണ്ട് ഐഡാ പർവ്വതത്തിന് മുകളിൽ ഇരുന്നിരുന്ന സിയൂസ് ദേവനെ കണ്ടപ്പോൾ ദേവിക്ക് വെറുപ്പുളവായി. സമരകാര്യത്തിൽ നിന്നും ദേവന്റെ ശ്രദ്ധയെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം സൗന്ദര്യവല ഭരിക്കുവാൻ തീരുമാനിച്ചു. ദേവി ഉടൻ തന്റെ ശയനമുറയിൽ കടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സർവാഭരണ വിഭൂഷിതയായി അംഗപ്രത്യംഗം ദേവാഭിഷേക തൈലം ലോപനം ചെയ്ത് വാർമുടി കൂന്തൽ ചീകി മിനുക്കി ചിത്രപ്പണികൾ ചേർത്ത് നെയ്തെടുത്ത മനോഹരമായ പട്ടുകഞ്ചുകം ധരിച്ച് പുറത്തിറങ്ങി വന്നു. അധീനാദേവിയോട് പ്രേമത്തിന്റെ മാന്ത്രിക കവചവും വാങ്ങിക്കൊണ്ട് അതും കൂടി മാറിലണിഞ്ഞ് ചാരിതാർത്ഥ്യവന്റെ ഒരു പുഞ്ചിരി ആ മുഖത്ത് നിഴലഴിച്ചു. അഴകൊരുടലാർന്ന പോലെ ഐഡാ പർവ്വതത്തിലേക്ക് തിരിച്ച് ഹിറാദേവി ലെംനോസിലെത്തിയപ്പോൾ മൃത്യുദേവന്റെ സഹോദരനായ നിദ്രാദേവനെ കണ്ടുമുട്ടി തന്റെ ഇംഗിതം അറിയിച്ചു. സിയൂസ് ദേവനുമായി താൻ ക്ഷയിച്ചു കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിന്റെ കണ്ണുകളെ ഗാഠനിദ്രയിൽ അടച്ചു കളയണമെന്ന് പ്രത്യേകമായി പറഞ്ഞു. അതിന് പ്രത്യുപകാരമായി സൗന്ദര്യമൂർത്തിയായ പസീധിയ എന്ന ദേവകന്യകയെ വേൾക്കുന്നതിനായുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാമെന്നും അറിയിച്ചു. നിദ്രദേവന് നിർദ്ദേശം സ്വീകാര്യമായി. അവരിരുവരും കൂടി ഐഡായിലേക്ക് പുറപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ നിദ്രദേവൻ ഒരു പക്ഷിയുടെ വേഷം പൂണ്ട് ഉയരം കൂടിയ ഒരു പൊന്മരത്തിന് കീഴിൽ ചെന്നിരുന്നു. ഹെറാദേവി ഗാർഗറസ് കൊടുമുടി കയറി സിയൂസ് ദേവന്റെ അടുത്തെത്തി. ദേവിയെ കണ്ടപാടെ സിയൂസിന്റെ ഹൃദയത്തിൽ അടങ്ങാത്ത പ്രേമാവേശം പാഞ്ഞരച്ചു കയറി. ആദ്യാനുരാഗത്തിൽ തങ്ങൾ അനുഭവപ്പെട്ട ആനന്ദമൂർച്ചയിലേക്ക് അവരിരുവരും ആണ്ടിറങ്ങി. ആടിക്കുഴഞ്ഞ് മാദക മനോഹരമായ പുഞ്ചിരി പൊഴിച്ച് ഒരു പ്രണയകലഹത്തിന് നേരെ ദേവി വട്ടം കൂട്ടി. മധുമധുരമായ കാമാഭിലാഷം അപ്പോഴും സിയൂസിനെ കീഴടക്കി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ സൂര്യദേവന്റെ പ്രഭാപൂരത്തിന് പോലും ചുഴിഞ്ഞു കളയുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സുവർണ മേഘം കൊണ്ട് ഇരുവരുടെയും ഗാത്രങ്ങൾ ആവരണം ചെയ്തു. ദേവി തൽക്ഷണം അദ്ദേഹത്തിന്റെ ഗാഢാശേഷ വലയത്തിൽ ബന്ധനസ്ഥനായി. ദേവനും നിദ്രാദേവൻ അടിമയായിപ്പോയി. പൊസൈഡൻ ഇപ്പോൾ യവന ഭടന്മാരുടെ മുന്നിൽ എണീനെത്തി. ഹെക്ടറുടെ വീരവാദത്തിന് ചുട്ട മറുപടി കൊടുക്കുവാൻ അവരെ ഉഷാറാക്കി. താൻ തന്നെ നേതൃത്വം കൊടുക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പേ നടന്നു. ഒഡീസിയസും അഗമെമ്നോണും അപ്പോൾ തങ്ങളുടെ മുറിവുകളെ പോലും അവഗണിച്ചുകൊണ്ട് അണികളിലെത്തി. ഒരു വശത്ത് ഹെക്ടർ, മറുവശത്ത് പൊസൈഡൻ. ഒരു ജീവൻ മരണ സമരമായിരുന്നു അത്. ഹെക്ടർ അജാക്സിന് നേരെ എറിഞ്ഞ കുന്തം അയാളുടെ മാറിൽ തന്നെ പതിച്ചു. പക്ഷേ കവചം തുളച്ചകത്ത് കടക്കുവാൻ അതിന് കഴിഞ്ഞില്ല. അജാക്സ് ഉടനടി ഒരു വലിയ കല്ല് പൊക്കിയെടുത്ത് ഹെക്ടറിന്റെ നേർക്ക് ഒരു ആഞ്ഞേറ് കൊടുത്തു. കവചത്തിന്റെ അരികൂബിളലിയുടെ പാഞ്ഞ് ആ കല്ല് ഹെക്ടറുടെ വക്ഷോഭാഗത്തിനടുത്തപ്പോൾ അദ്ദേഹം ഒരു പമ്പരം പോലെ കറങ്ങി നിലത്ത് കമിഴ്ന്നടിച്ചു വീണു. കുന്തം കയ്യിൽ നിന്നും തെറിച്ചുപോയി. കവചവും ശീരാസ്ത്രണവും ഒടിഞ്ഞു നുറുങ്ങി.
നിലത്തു വീണ ഹെക്ടറെ വലിച്ചിഴച്ചുകൊണ്ട് പോകുവാൻ ഗ്രീക്കുകാർ പാഞ്ഞെടുത്തുവെങ്കിലും പോലിഡാമസും സർപ്പഡോണും ഈനിയസും ഓടിയെത്തി അദ്ദേഹത്തിന്റെ ചുറ്റിലും പരിചകൾ കൊണ്ടൊരു പ്രതിരോധ വലയം സൃഷ്ടിച്ചതിനാൽ ശത്രുക്കൾക്ക് തൊടുവാൻ പോലും കഴിഞ്ഞില്ല. ഹെക്ടറെ അവർ താങ്ങിയെടുത്ത് രഥത്തിൽ കയറ്റി നഗരത്തിലേക്ക് കൊണ്ടുപോയി. സാന്തോസ് നദിക്കര എത്തിയപ്പോൾ അദ്ദേഹത്തിലേക്ക് അവിടെ ഇറക്കി കിടത്തി മുഖം വെള്ളം തളിക്കാൻ തുടങ്ങി. ഓർമ്മശക്തി വീണ്ടു കിട്ടിയ പോലെ സാവധാനം കണ്ണുകൾ തുറന്നു. മുട്ടിന്മേലിരുന്ന രക്തം ഛർദ്ദിച്ചു. പക്ഷേ തറയിലേക്ക് വീണ്ടും ബോധം കിട്ടി വീണു. ആ തിളക്കമേറിയ കണ്ണുകൾ വീണ്ടും അടഞ്ഞു. ഹെക്ടറിന്റെ പലായനം മനസ്സിലാക്കിയതോടുകൂടി ഗ്രീക്കുകാർ കൂടുതൽ ഉന്നതരും ഉന്മേഷവന്മാരുമായി തീർന്നു. അവർ ഓരോരുത്തരെ ഓടിച്ചിട്ട് കുന്തമെറിഞ്ഞു കൊന്നു. ചെറിയ അജാക്സും കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ കണക്കില്ലായിരുന്നു. ഓട്ടത്തിൽ അജയനായ അയാളുടെ പിടിയിൽ അകപ്പെട്ടാൽ ഓടി രക്ഷപ്പെടുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഗ്രീക്ക് പടയുടെ തിരിച്ചടി ശക്തമായപ്പോൾ ട്രോജന്മാർ പുറകോട്ട് മാറി. കോട്ടമതിലുകളും കിടങ്ങുകളും പിന്നിട്ട് അവർ തങ്ങളുടെ തേരുകളിൽ കിടന്നത്തേക്ക് തന്നെ മടങ്ങി. സിയൂസ് ദേവൻ കണ്ണു തുറന്നത് അപ്പോഴാണ്. നെടുമോഹന നിദ്ര വിട്ടുണർന്ന അദ്ദേഹം ട്രോജൻ പക്ഷത്തെ കെടുതി മനസ്സിലാക്കി തപ്ത ഹൃദയനായി. ഗ്രീക്കുകാരെ പൊസൈഡൻ ദേവൻ പ്രോത്സാഹിപ്പിക്കുന്നു. ട്രോജൻകാർ പിൻവാങ്ങുന്നു. ഹെക്ടർ ചോര ഛർദ്ദിച്ച് കിടക്കുന്നു. ഹെറാദേവിയാണ് ഇതിനെല്ലാം കാരണക്കാരിയെന്ന് മനസ്സിലാക്കിയപ്പോൾ സിയൂസിന് ശുണ്ഠി വന്നു. കോപപരിതാപങ്ങളോടും കൂടി അദ്ദേഹം അവരുടെ നേരെ തുറച്ചു നോക്കിയപ്പോൾ ദേവി പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്യം പൊസൈഡൻ ദേവനാണെന്നും തനിക്ക് ആ വഞ്ചതിയിൽ പങ്കില്ലെന്നും. എന്നാൽ പൊസൈഡനെ കൊണ്ട് സിയൂസിന്റെ കൽപ്പന പ്രകാരം എന്തും പ്രവർത്തിപ്പിക്കുവാൻ താൻ ഒരുക്കമാണെന്നുകൂടി ദേവി കൂട്ടിച്ചേർത്തപ്പോൾ ആ ദേവാദിദേവന് സന്തോഷമായി. അദ്ദേഹം ഉടൻ തന്നെ ഹെറാദേവിയോട് ഒളിമ്പിസിൽ ചെന്ന് ഐറിസിനെയും അപ്പോളോ ദേവനെയും തൻ്റെ പക്കലേക്ക് എത്തിക്കുവാൻ കൽപ്പനയിട്ടു. രണ്ടുപേരെയും ഓരോ സന്ദേശവാഹകരായി വിടുന്നതിന് വേണ്ടിയായിരുന്നു അത്. യുദ്ധഗതിയെക്കുറിച്ച് ചില സൂചനകളും അദ്ദേഹം ദേവിയോട് പറയാതിരുന്നില്ല. ഗ്രീക്കുകാർ അവരുടെ പാളയം വിട്ടോടി അക്കില്ലീസിനെ ശരണം പ്രാപിക്കേണ്ടി വരും. അപ്പോൾ അക്കില്ലീസ് സ്നേഹനിധിയായ പെട്രോക്ലോസിനെ യുദ്ധരംഗത്തേക്ക് അയക്കും. പെട്രോക്ലോസ് സിയൂസിന്റെ പുത്രനായ സാർബഡോൺ ഉൾപ്പെടെ ശത്രുപക്ഷത്തുള്ള നിരവധി പേരെ കൊന്നൊടുക്കും. എന്നാൽ ട്രോയ് നഗരത്തിന്റെ ഹൃദയത്തിൽ വെച്ച് ധീരഗേര കേസരിയായ ഹെക്ടറിന്റെ കുന്തത്തിന് അയാൾ ഇരയാകും. അക്കില്ലീസ് അപ്പോൾ കോപാക്രാന്തനായി കുതിച്ചിറങ്ങി ഹെക്ടറിനെ വധിക്കും. യവനസേനകൾ ട്രോയ് നഗരം പിടിച്ചടക്കുന്നത് അപ്പോഴായിരിക്കും. എന്നാൽ അക്കില്ലീസിന്റെ മനോഭിഭാവനങ്ങൾ സംരക്ഷിക്കണമെന്ന് തേറ്റിസ് നടത്തിയ അഭ്യർത്ഥനയെ മാനിച്ച് സിയൂസ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതുവരെ യവനരോട് അദ്ദേഹം കരുണ കാണിക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട. ഹെറാദേവി ഒളിമ്പസിലെത്തിയ അപ്പോളോയെയും ഐറിസ്റ്റിനെയും കണ്ട് രണ്ടുപേരോട് ഉടൻ ഐഡായിലെത്തണമെന്നും സിയൂസിന്റെ ആവശ്യം അറിയിക്കുകയും ചെയ്തു. അപ്പോളോയും ഐറിസ്റ്റും ഐഡായിലേക്ക് തിരിച്ചു. ചെന്നപാടെ ഐറിസ്റ്റിനെ ഒരു സന്ദേശവുമായി സിയൂസ് പൊസൈഡണന്റെ സമീപത്തേക്ക് അയച്ചു. സന്ദേശസാരം ഇതായിരുന്നു: യുദ്ധം നിർത്തി പൊസൈഡൺ ഒന്നുകിൽ ദേവലോകത്തേക്കോ അല്ലെങ്കിൽ കടലിലേക്കോ പോയിക്കൊള്ളണം. കൽപ്പന ലംഘിച്ചാൽ ഫലം അറിയിച്ചു കൊടുക്കും. ഐറിസ് വായുവേഗത്തിൽ പടക്കളത്തിലെത്തി പൊസൈഡനെതിരെ സന്ദേശം അതേപടി അറിയിച്ചു. ക്ഷുഭിതനായ പൊസൈഡോൺ കൽപ്പനയ്ക്ക് ഒരുങ്ങി നിൽക്കുവാൻ ആദ്യം തയ്യാറായില്ലെങ്കിലും പിന്നീട് പ്രതിഷേധപൂർവ്വം കടലിലേക്ക് മുങ്ങിമറങ്ങി. സിയൂസ് പിന്നീട് അപ്പോളോയെ വിളിച്ച് ഹെക്ടറെ വീണ്ടും ശക്തിയും വീര്യവും നൽകി രണാങ്കണത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. യവന സേനാനികൾ ഗതിമുട്ടി കപ്പലുകളിലേക്ക് മടങ്ങും വരെ ഹെക്ടർ പൊരുതട്ടെ. അപ്പോളോ ഹെക്ടറുടെ അടുത്തെത്തി. താൻ സിയൂസ് ദേവനിൽ നിന്നും നേരിട്ട് വരുന്ന സുവർണ ഖഡ്ഗധാരിയായ അപ്പോളോ ദേവനാണെന്നും യവന സേനകളെ ഭയപ്പെടുത്തി ഹെക്ടറെ സഹായിക്കുകയാണ് തൻ്റെ ചുമതലയെന്നും വെളിപ്പെടുത്തി. ഹെക്ടറുടെ ഹൃദയത്തിൽ പുതിയ സമരാവേശം ഇരച്ചു കയറി. ട്രോജൻ അണികൾ ഒറ്റക്കെട്ടായി മുമ്പോട്ടെടുത്തു. ഹെക്ടറെ വീണ്ടും പടക്കളത്തിൽ കണ്ടപ്പോൾ ഗ്രീക്കുകാരുടെ ധൈര്യം ചോർന്നുപോയി. തോളിലൊരു മേഘപടലവും കയ്യിൽ സിയൂസിന്റെ നെടിയ പരിചയം പേറിക്കൊണ്ട് അപ്പോളോ ട്രോജൻ സേനകളുടെ മുമ്പിൽ ഗംഭീര ദർശനനായി നടന്നപ്പോൾ ശത്രുക്കൾ സംഭ്രാന്തിയോടുകൂടി പലവഴി പലായനം ചെയ്തു. വധിച്ചും വധിക്കപ്പെട്ടവരുടെ പടക്കോപ്പുകൾ അപഹരിച്ചും കൊണ്ട് മുന്നേറിയ ട്രോജൻ സൈന്യങ്ങൾ അപ്പോളോയുടെ സഹായത്തോടും കൂടി കോട്ടമതിലുകളിൽ തണ്ടി നിർത്തി. അവർ പിന്നെ ഗ്രീക്ക് കപ്പലുകളുടെ നേർക്ക് പാഞ്ഞു. അന്തരീക്ഷം ഭേദിക്കുമാറി യുദ്ധാഘോഷങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്ന ആ അസാധാരണ പരിസ്ഥിതിയിൽ പെട്രോക്ലോസ് യൂറോപോലോസിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അയാളുടെ പാളയത്തിൽ കഴിയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗ്രീക്കുകാരുടെ ദയനീയ വിലാപം തൻ്റെ കാതുകളിൽ വന്ന് അലച്ചതോടും കൂടി യൂറോപ്പിലോസിനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ സഹായ അഭ്യർത്ഥിക്കാനായി അക്കില്ലീസിന്റെ അടുത്തേക്ക് ഓടി. അതിനിടയ്ക്ക് ഹെക്ടറും വലിയ അജാക്സും തമ്മിൽ ഒരു ഘോര യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അജാക്സിന്റെ കപ്പൽ പിടിച്ചെടുക്കുന്നതിനുള്ള യുദ്ധമായിരുന്നു അത്. ഇരുകൂട്ടരും മാറി മാറി തങ്ങളുടെ കക്ഷികളെ ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. സമരത്തെ അവരങ്ങോട്ട് ഉത്തേജിപ്പിച്ചു. ഇരുവശത്തും ഭടജനങ്ങൾ മരിച്ചു വീണു. ട്രോജൻകാരുടെ മനോധൈര്യം മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്ന ജോലിയായിരുന്നു സിയൂസ് ദേവൻ. അക്കില്ലീസിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവസരം ഉണ്ടാക്കിക്കൊള്ളാമെന്ന് തേറ്റിസിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയായിരുന്നു അദ്ദേഹം. കപ്പലുകൾ ഒന്നടങ്കം ആളിക്കത്തുന്ന കാഴ്ച കാണുവാൻ വെമ്പൻ കൊള്ളുകയായിരുന്നു അദ്ദേഹം.
ഹെക്ടറിന്റെ അമേർഷം അടിക്കടി വർദ്ധിച്ചുകൊണ്ടേ വന്നു. അപ്പോൾ നെസ്തോറിന്റെ ആഹ്വാനം അവിടെ ഗ്രീക്ക് കപ്പലുകളിൽ മുഴങ്ങി കേൾക്കുവാറായി. പിന്മാറാതെ പൗരുഷത്തോട് നിന്ന് യുദ്ധം ചെയ്യുവിൻ. അജാക്സ് ഇപ്പോൾ കപ്പലുകളിൽ നിന്നും കപ്പലുകളിലേക്ക് ചാടിക്കേറി അന്തരീക്ഷത്തിലെ കിടിലം കൊള്ളിക്കുമാർ അലറി, നിങ്ങളുടെ നാവിക വ്യൂഹങ്ങളെയും പാളയങ്ങളെയും പരിരക്ഷിക്കുക. അതൊരു മേഘനിർഘോഷമായിരുന്നു. തക്കം പാർത്ത് നടന്നിരുന്ന ഹെക്ടർ അപ്പോഴാണ് പെട്രോളോസിവോസ് എന്ന ഗ്രീക്ക് പ്രമാണിയുടെ കപ്പലിൽ കയറിപ്പറ്റിയത്. നേർക്കുനേരെ നിന്നുകൊണ്ടുള്ള യുദ്ധമായിരുന്നു പിന്നീട് നടന്നത്. പൈശാചികമായ ആവേശം, സാഹസികമായ ധീരത, കോടാലികളും കഠാരകളും ഖഡ്ഗങ്ങളും കുന്തങ്ങളും ശരങ്ങളും അന്തരീക്ഷത്തിലൂടെ നിർലോഭം പാഞ്ഞു. ഹെക്ടർ കപ്പലിന്റെ അണിയത്ത് നാട്ടിയിരുന്ന തൂണിൽ പിടിച്ചുകൊണ്ട് അനുചാരന്മാരോട് വിളിച്ചു പറഞ്ഞു, സിയൂസ് ദേവൻ ഒടുവിൽ തങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന്. ഞാൻ ആ വശത്തു നിന്നും പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളെ നേരിട്ടുകൊണ്ട് അജാക്സ് നിർഭയം മരണത്തെ പ്രതീക്ഷിക്കുന്ന സന്ദർഭമായിരുന്നു അത്. കപ്പലിന് തീ വയ്ക്കുവാൻ വന്ന ഓരോരുത്തരെയും പുറകോട്ട് ആട്ടിപ്പായിക്കുകയോ വധിക്കുകയോ ചെയ്തുകൊണ്ട് അജാക്സ് അപ്പോൾ നൽകിയ ആഹ്വാനം കേൾക്കേണ്ടതായിരുന്നു. നാം ഇപ്പോൾ നോക്കാത്ത ദൂരത്തിൽ പരന്നു കിടക്കുന്ന ട്രോയി മരുഭൂമിയിലാണ്. നമുക്ക് മുമ്പിൽ സുസജ്ജമായ കൂറ്റൻ ശത്രുസേനയാണ്. നമുക്ക് പിമ്പിൽ മറുകര കാണുവാൻ കഴിയാത്ത മഹാസമുദ്രവും. നമ്മുടെ ഭവനങ്ങൾ ബഹുസഹസ്രം മൈലുകൾ അകലെ. വിട്ടുവീഴ്ചയില്ലാത്ത കഠിന യുദ്ധം അതുമാത്രമാണ് ഇനി നമ്മുടെ രക്ഷാസങ്കേതം. ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ് നമ്മളിപ്പോൾ. രണാങ്കണത്തിലെ ദാക്ഷണ്യങ്ങളില്ല. അജാക്സ് പിന്നെ കുന്തവും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടങ്ങോട്ട് ഓടി. യുദ്ധം ഭീകരമായി നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്രോക്ലോസ് അത്യന്തം ദുഃഖാകുലനായി അക്കില്ലീസിന്റെ മുന്നിലെത്തി. ഗ്രീക്ക് ജനതയുടെ മേൽ നിവർത്തിച്ചിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് അറിയിച്ചു. സേനാനായകന്മാരെല്ലാം മുറിവേറ്റ് കിടക്കുകയാണെന്നും അതിനാൽ സ്വന്തം ജനതയെ വിനാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ഭാവി തലമുറയോട് ന്യായം പറയേണ്ടി വരുമെന്നും പെട്രോക്ലോസ് പറഞ്ഞു. യുദ്ധകളത്തിൽ നിന്നും മാറി നിൽക്കുവാൻ വല്ല പ്രത്യേക കാരണവും ഉണ്ടെങ്കിൽ അക്കില്ലീസിന്റെ കവചവും ധരിച്ച് ധൈര്യങ്ങളെയും കൂട്ടിക്കൊണ്ട് പടക്കളത്തിലേക്ക് പോകുവാൻ തന്നെ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അക്കില്ലീസിന്റെ മനസ്സിൽ അന്നേരം അഗമെമ്നോൻ രാജാവിന്റെ നേർക്കുള്ള കോപം തിളച്ചു പൊന്തി വരികയായിരുന്നു. താൻ ആയുധബലം കൊണ്ട് കീഴടക്കിയ നഗരത്തിൽ നിന്നും പിടികിട്ടിയ പെൺകിടാവിനെ അഗമെമ്നോൻ തട്ടിയെടുത്തതിൽ അക്കില്ലീസിനുണ്ടായ ഹൃദയവേദന ശമിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും എല്ലാം മറന്നുകൊണ്ട് അക്കില്ലീസ് പറഞ്ഞു, എന്റെ കവചം തന്നെ ധരിച്ചുകൊണ്ട് നമ്മുടെ ധീരന്മാരായ സൈനികരെ യുദ്ധരംഗത്തേക്ക് നയിക്കുക. എങ്ങനെയും നമ്മുടെ കപ്പലുകളെ രക്ഷപ്പെടുത്താം. കപ്പലണികൾക്കിടയിൽ നിന്നും ട്രോജൻകാരെ തുരത്തിക്കഴിഞ്ഞാൽ താങ്കൾ തിരിച്ചു പോരണം. ശത്രുക്കളെ പിന്തുടർന്ന് നഗരത്തിലെത്തി കൂടുതൽ വിജയത്തിനു വേണ്ടി സിയൂസ് ദേവൻ നിങ്ങളെ പ്രേരിപ്പിച്ചെന്നിരിക്കും. പക്ഷേ എന്നെ കൂടാതെ ആ വിജയം നേടുവാൻ നിങ്ങൾ തുനിയരുത്. അങ്ങനെ ചെയ്താൽ എൻ്റെ ബഹുമതികൾ നിങ്ങൾ അപഹരിക്കുകയായിരിക്കും. അജാക്സ് ഇതിനകം ശത്രുപക്ഷത്തിനുള്ള നിരന്തരമായ ശരവർഷമേറ്റ് അവശനായി കഴിഞ്ഞിരുന്നു. തുരുതരയുള്ള വെട്ടും കുത്തുമേറ്റ് അദ്ദേഹത്തിന്റെ പടത്തൊപ്പിയുടെ ലോഹത്തകിടുകൾ തകിടം മറിഞ്ഞുപോയി. വിയർപ്പും ക്ലേശവും കഠിനവേദനയും അദ്ദേഹത്തെ തളർത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഹെക്ടർ ആ രംഗത്തേക്ക് അജാക്സിന്റെ കുന്തപ്പിടിയിൽ ആഞ്ഞൊരു വെട്ടുകൊടുത്തത്. കുന്തം തെറിച്ചുപോയി. അജാക്സ് അമ്പരന്ന് പിന്മാറി. ട്രോജൻകാർ ഉടൻ കപ്പലുകളിൽ തീ കൊളുത്തി. അണയത്തുനിന്ന് ഉയർന്ന തീ കപ്പൽ മുഴുവൻ പടർന്നു പിടിച്ചു. അക്കില്ലീസ് അലറി. പിന്നീട് ഒരു നിമിഷം പോലും താമസിച്ചില്ല. പരിചയം പടത്തൊപ്പിയും അണിഞ്ഞ് ശൂലങ്ങളുമേന്തി പടക്കളത്തിലേക്ക് പായുവാൻ പെട്രോക്ലോസ് തയ്യാറായി. പെട്രോക്ലോസിനെ അനുഗമിക്കുവാൻ അക്കില്ലീസ് സേനകളെ അണിനിരത്തി. ട്രോയിലേക്ക് താൻ കൊണ്ടുവന്നിരുന്ന 50 കപ്പലുകളിലെ സേനകളെ 5 ഡിവിഷനായി ഭാഗിച്ചു. എല്ലാവരും യഥാസ്ഥാനത്ത് നിർത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവർക്ക് അന്തിമമായ ആജ്ഞ കൊടുത്തു. ഞാൻ എൻ്റെ കോപം മൂലം നിങ്ങളെ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നല്ലേ നിങ്ങൾ ഇതുവരെ പറഞ്ഞു പരത്തിയിരുന്നത്? ട്രോജൻകാരോട് യുദ്ധം ചെയ്യുവാൻ അനുവദിക്കുകയില്ല എങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പടക്കയക്കുമെന്ന് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നില്ലേ? എന്നാൽ ഇതാ ഒടുവിൽ നിങ്ങൾ പങ്കെടുക്കുവാൻ പോകുന്ന യുദ്ധം മുമ്പിലെത്തിയിരിക്കുന്നു. ചെല്ലൂ, ചെന്ന് പടവെട്ടുക. അക്കില്ലീസിന്റെ ആഹ്വാനം ഭ്രവിച്ച പടജനങ്ങൾ അണികളെ പൂർവാധികം ബലപ്പെടുത്തി. അക്കില്ലീസ് പിന്നീട് കൂടാരത്തിനകത്ത് കിടന്ന് പാനപാത്രമെടുത്ത് അതിൽ നിന്ന് വീഞ്ഞു പകർന്ന് സിയൂസ് ദേവൻ അർപ്പിച്ചുകൊണ്ട് ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ദേവാ, കപ്പലുകളിൽ നിന്നും ശത്രുക്കളെ ഓടിച്ച ശേഷം എൻ്റെ സുഹൃത്തായ പെട്രോക്ലോസ് ആപത്തൊന്നും കൂടാതെ അനുചരന്മാരോടും കൂടി മടങ്ങിയെത്തണേ. സിയൂസ് അക്കില്ലീസിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം കൈക്കൊണ്ടു. എന്നാൽ ഒടുവിലത്തെ ഭാഗം, അതായത് പെട്രോക്ലോസ് ആപത്തൊന്നും കൂടാതെ മടങ്ങിയെത്തണേ എന്ന ഭാഗം കൈക്കൊള്ളുവാൻ മടിച്ചു. പെട്രോക്ലോസും സൈന്യവും ട്രോജൻകാരുമായി ഏറ്റുമുട്ടി. ഹെക്ടർ താവളമടിച്ചിരുന്ന കപ്പലിലേക്കാണ് പെട്രോക്ലോസ് ആദ്യമായി കടന്നുപോയത്. അവിടെ നിന്നവരെല്ലാം കുന്തമെറിഞ്ഞ് കൊന്ന ശേഷം പാതിയും കത്തിക്കഴിഞ്ഞിരുന്ന കപ്പലിലെ തീയും പുകയും കെടുത്തി. പിന്നെ കുറെ നേരത്തേക്ക് ഒറ്റയ്ക്ക് ഒരുമിച്ചുള്ള യുദ്ധമായിരുന്നു. യവന സേനാനികൾ ശത്രുപക്ഷത്തുള്ള നായകന്മാരെ പലരെയും സംഹരിച്ചു. യുദ്ധത്തിന്റെ ഗതി മാറി വീണിരിക്കുകയാണെന്ന് ഹെക്ടറിനിപ്പോൾ മനസ്സിലായി. കോട്ടയും കിടങ്ങും കടന്നു പായുന്ന ട്രോജൻ സേനകളോടൊപ്പം പിന്മാറുവാൻ ഹെക്ടർ നിർബന്ധിതനായി.
പെട്രോക്ലോസ് ഓടിയെത്തി കിട്ടിയവരെയെല്ലാം കൊന്നു. പടക്കളം കുലുങ്ങിപ്പോയി. സാർപ്പഡോൺ രംഗത്തെത്തുന്നത് അപ്പോഴാണ്. പെട്രോക്ലോസിനെ കണ്ടപാടെ ആയുധവുമേന്തി അയാൾ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി. പെട്രോക്ലോസും താഴെ ഇറങ്ങി. ആദ്യം രണ്ടുപേരും കൈക്ക് പോരാടി. പിന്നെ കുന്തപ്രയോഗം ആരംഭിച്ചു. സാർപ്പഡോണിന്റെ കുന്തം പലപ്പോഴും ഉന്നം തെറ്റിയാണ് പാഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പെട്രോക്ലോസ് ഒടുവിൽ ആഞ്ഞെറിഞ്ഞ ഒരു കുന്തം സാർപ്പഡോണിന്റെ ചങ്കിൽ തന്നെ തറയ്ക്കുകയാണ് ഉണ്ടായത്. സാർപ്പഡോൺ നിലംപൊത്തി. മരണത്തിന്റെ പിടിയിലമർന്ന സാർപ്പഡോണിന്റെ കണ്ണുകൾ അടഞ്ഞപ്പോൾ പെട്രോക്ലോസ് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടി നിന്ന് കുന്തം വലിച്ചൂരിയെടുത്തു. പെട്രോക്ലോസ് എന്നിട്ട് അജാക്സുമാരെ തടുത്തു നിർത്തി മരിച്ചു കിടക്കുന്ന സാർപ്പഡോണിന്റെ പടക്കോപ്പുകൾ അഴിച്ചെടുത്ത് പകപോക്കുവാൻ ആഹ്വാനം ചെയ്തു. സാർപ്പഡോണിന്റെ ഉറ്റമിത്രമായ ഗ്ലൗക്കോസ് ഇതിനകം മൃതദേഹം രക്ഷിക്കുവാൻ ട്രോജൻ പടയുമായി തിരിച്ചെത്തിക്കഴിഞ്ഞിരുന്നു. അത്യുഗ്രമായ പോരാട്ടമായിരുന്നു പിന്നീട് അവിടെ നടന്നത്. മൃതദേഹത്തിനു വേണ്ടി ഇരുഭാഗത്തു നിന്ന് പിടിയും വലിയും മുറുകി. ഇരുഭാഗത്തെയും പല ഭടന്മാരും ഏറുകൊണ്ടും കുത്തുകൊണ്ടും വെട്ടുകൊണ്ടും മൃതദേഹത്തിനു മുമ്പിൽ മരിച്ചു വീണു. യുദ്ധം ഇപ്പോൾ അത്യുഗ്രവും അതിഘോരവുമായി. സാർപ്പഡോണിന്റെ മൃതശരീരത്തിൽ ആയുധങ്ങൾ തെരുതെരെ വീണു. ആകെ വികൃതമായി തിരിച്ചറിയുവാൻ പാടില്ലാത്തതായിരുന്നു ആ ശരീരം. തന്റെ മകനെ കൊന്ന പെട്രോക്ലോസിന്റെ കഥ അവിടെ വെച്ച് തന്നെ കഴിപ്പിച്ചെങ്കിലോ എന്ന് സിയൂസ് ദേവന് തോന്നി. പക്ഷേ പെട്രോക്ലോസ് ട്രോജന്മാരെ അനുധാവനം ചെയ്ത് ട്രോയ് നഗരത്തിൽ എത്തിയിട്ടെന്ന് സിയൂസ് പിന്നീട് തീരുമാനിച്ചു. പെട്രോക്ലോസ് നഗരത്തിലേക്ക് തിരിച്ചു. അത് അക്കില്ലീസ് നൽകിയ നിർദ്ദേശത്തിനെതിരായിരുന്നു. അബദ്ധത്തിലേക്കുള്ള ഒരു പോക്കായിരുന്നു അത്. സർവവും സംഹരിച്ചുകൊണ്ടുള്ള പോക്ക് കണ്ടപ്പോൾ അപ്പോളോ ദേവൻ ട്രോജന്മാരെ സഹായിക്കുവാൻ ഉറച്ചു. കോട്ടമതിലിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹം പെട്രോക്ലോസിന്റെ മുന്നേറ്റം തടഞ്ഞു. ഹെക്ടർ അപ്പോൾ ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് നഗരകപാലത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അപ്പോളോ ദേവൻ വേഷം മാറി ഹെക്ടറുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഉടൻ ചെന്ന് പെട്രോക്ലോസിനെ എതിരിടുവാൻ ഉപദേശിച്ചു. വിജയവും ആശംസിച്ചു. ഹെക്ടർ പെട്രോക്ലോസിനോട് ഏറ്റുമുട്ടി. ഒരു കൈയിൽ കുന്തവും മറുകൈയിൽ പാറക്കല്ലുമായി രഥത്തിൽ നിന്നും ചാടിയിറങ്ങിയ പെട്രോക്ലോസ് ആഞ്ഞെറിഞ്ഞ കല്ല് ഹെക്ടറിന്റെ സാരഥിയായ സെബ്രിയോനെ രണ്ടാക്കി മുറിച്ചുകൊണ്ട് കടന്നുപോയി. യവന മുന്നേറ്റത്തിന് പിന്നെ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കുതിച്ചുകയറ്റം അപ്പോൾ അപ്പോളോ ദേവൻ ഇഷ്ടപ്പെട്ടില്ല. ദേവൻ മൂടൽമഞ്ഞിൽ മറഞ്ഞു നിന്നുകൊണ്ട് പെട്രോക്ലോസിന്റെ പടതൊപ്പി തട്ടി താഴെ ഇഴിച്ചു. അദ്ദേഹത്തിന്റെ കുന്തം കയ്യിലിരുന്ന കഷണമായി പോയി. പരിച താഴെ വീണു. മേലങ്കിയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അന്നേരം യൂഫോർബോസ് എന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നിൽ നിന്നെറിഞ്ഞൊരു കുന്തം പെട്രോക്ലോസിന്റെ മെയ്യിൽ ചെന്ന് തറച്ചു. പക്ഷെ അദ്ദേഹം അത് ഊരിയെടുത്തുകൊണ്ട് സ്വന്തം ഭടജനങ്ങൾക്കിടയിലേക്ക് സാവധാനം നീങ്ങി. അവസരത്തിനൊത്തിയൊരുത്തൻ ഹെക്ടർക്ക് അറിയാമായിരുന്നു. ഹെക്ടർ അപ്പോൾ ഓടിച്ചെന്ന് പെട്രോക്ലോസിന്റെ അടിവയറ്റിൽ ഒരു കുത്തു കൊടുത്തു. പെട്രോക്ലോസ് വീണുപോയി. വിജയഭേരിയടിച്ച് വീരവാദം മുഴക്കിയ ഹെക്ടറിനോട് മരണവേദനയ്ക്കിടയിൽ കിടന്നു പിടഞ്ഞുകൊണ്ട് പെട്രോക്ലോസ് അറിയിച്ചു, നിങ്ങളുടെ ഈ വിജയം സിയൂസ് ദേവനും അപ്പോളോ ദേവനും ചേർന്ന് നൽകിയ ഒരു ദാനമാണ്. നിങ്ങളുടെ സമയവും അടുത്തുപോയി. പെല്ലിയൂസ് പുത്രനായ അക്കില്ലീസിന്റെ കൈകൊണ്ട് നിങ്ങളുടെ ജീവൻ ഉടങ്ങും. ഹെക്ടർ പിന്നെ പെട്രോക്ലോസിന്റെ മൃതദേഹത്തിൽ കാൽ ചുവട്ടി നിന്ന് കുന്തം വലിച്ചൂരിയെടുത്തു. എന്നിട്ട് പെട്രോക്ലോസിന്റെ സാരഥിയായ ഓട്ടമെഡോണിനെ കൊല്ലുവാനായി പാഞ്ഞു. പെട്രോക്ലോസിന്റെ മരണം മെനിലിയൂസ് അറിഞ്ഞു. അദ്ദേഹം ഉടൻ സംഭവസ്ഥലത്ത് പാഞ്ഞെത്തി. മൃതദേഹത്തിന് കാവൽ നിന്നുകൊണ്ടിരുന്നപ്പോൾ യൂഫർബോസ് അടുത്തെത്തി അതിന്മേലുള്ള പടക്കോപ്പുകൾ അവകാശവാദം ഉന്നയിച്ചു. പെട്രോക്ലോസിന്റെ ആദ്യം കുത്തി മുറിവേൽപ്പിച്ചതിന്റെ പേരിലായിരുന്നു അത്. മെനിലിയൂസ് ആ അവകാശവാദം പുച്ഛിച്ചു തള്ളി. യൂഫർബോസ് വിട്ടുകൊടുത്തില്ല. മെനിലിയൂസിന്റെ നേരെ കുന്തമെടുത്തു ആഞ്ഞൊരു ഏറ് കൊടുത്തു. കുന്തമിനെ ചുളുങ്ങിപ്പോയെന്ന് മാത്രം. തിരിച്ച് മെനിലിയൂസ് ചാണ്ടിയ കുന്തം യൂഫർബോസിന്റെ കഴുത്തറുത്തിട്ടു. അപ്പോളോ ദേവൻ അപ്പോൾ ഹെക്ടറിന്റെ അടുത്തെത്തി. ഓട്ടോമെഡോൺ എന്ന സാരഥിയെ പിന്തുടർന്ന് അക്കില്ലീസിന്റെ കുതിരകളെ പിടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിൽ നിന്നും പിന്തിരിയുകയാണ് നല്ലതെന്നും ആ കുതിരകളെ അക്കില്ലീസിനെ മാത്രമേ നിയന്ത്രിക്കാനാവൂ എന്നും അതുകൊണ്ട് വേഗം യൂഫർബോസ് മരിച്ചു മണ്ണടിഞ്ഞ് കിടക്കുന്നിടത്തേക്ക് പോവുകയാണ് വേണ്ടതെന്നും ഉപദേശിച്ചു. ഹെക്ടറും കൂട്ടനും രംഗത്തു നിന്ന് എത്തുന്നത് കണ്ടപ്പോൾ മെനിലിയോസ് വലിയ അജാക്സിന്റെ സമീപത്തേക്ക് ഓടി. അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് പെട്രോക്ലോസിന്റെ മൃതദേഹത്തിനടുത്തേക്ക് വന്നു. അപ്പോൾ പെട്രോക്ലോസിന്റെ മൃതദേഹം ഹെക്ടർ വലിച്ചിഴിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. കരിങ്കൽ മതിൽ പോലെ കരുത്തുള്ള വലിയ അജാക്സിനെ കണ്ടപാടെ ഹെക്ടർ താൻ പിടിച്ചെടുത്ത കവചം നഗരത്തിലെത്തിക്കുവാൻ പ്രത്യേകം ഏർപ്പാട് ചെയ്തുകൊണ്ട് കൂട്ടുകാരുടെ ഇടയിലേക്ക് മാറിക്കളഞ്ഞു. പെട്രോക്ലോസിന്റെ മൃതശരീരത്തിന് മുമ്പിലെത്തിയ അജാക്സ് തൻ്റെ വലിയ വിസ്തൃതമായ കവചം കൊണ്ട് ആ ശരീരം ആവരണം ചെയ്ത ശേഷം തൻ്റെ ദീർഘപാദങ്ങൾ രണ്ടും അതിൻ്റെ ഇരുഭാഗങ്ങളിലും കുറുകെ ഊന്നി അപ്രതിമനമായ നിലകൊണ്ട് ഉത്കണ്ഠ ഉടലെടുത്ത പോലെ മെലിനിയോസും സമീപത്തായി സ്ഥലം പിടിച്ചു. അപ്പോൾ ട്രോജൻ പട നടുവിൽ നിന്നും ചില ശകാരവർഷത്തിൻ്റെ ശബ്ദമുയരുന്നത് കേൾക്കുവാനിടയായി. ഭീരുവായ ഹെക്ടറെ ഗ്ലൗക്കോസ് കണക്കിന് ഭർസിക്കുന്നതായിരുന്നു അത്. പെട്രോക്ലോസിന്റെ ശവം പിടിച്ചെടുത്തിരുന്നുവെങ്കിൽ സാർപ്പഡോണിന്റെ കവചം ഗ്രീക്കുകാരിൽ നിന്നും വീണ്ടെടുക്കാമായിരുന്നുവെന്ന് ഗ്ലൗക്കോസ് കുറ്റപ്പെടുത്തിയപ്പോൾ ഹെക്ടറിനെ അത് വല്ലാതെ ചുടിപ്പിച്ചു. എന്നാൽ യുദ്ധം കണ്ട് കുലുങ്ങാതെ ഹെക്ടർ തൻ്റെ സൈന്യങ്ങളെയെല്ലാം ചുണിയോടുകൂടി മുന്നേട്ട് വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്
ഇപ്പോൾ നഗരത്തിലേക്ക് ഓടുന്നത് കണ്ടു. ക്ഷണനേരത്തിനുള്ളിൽ അക്കല്ലീസിന്റെ കവചവും ധരിച്ച് ഹെക്ടർ മടങ്ങിയെത്തി. അനന്തരം പടജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: കുതിച്ചു മുന്നോട്ട് വരിക, മരിക്കട്ടെ ജീവിക്കട്ടെ. അജാക്സിനെ ആട്ടിപ്പായിച്ച് പെട്രോക്ലോസിന്റെ മൃതദേഹവുമായി വരുന്ന സേനാനിക്ക് ഞാൻ വലിയ സമ്മാനങ്ങൾ നൽകും. സേനാനികൾ മുന്നോട്ട് ഓടിയെങ്കിലും അവരിൽ പലരും അജാക്സിന്റെ കുന്തക്കുത്തേറ്റ് പെട്രോക്ലോസിന്റെ മൃതദേഹത്തിൽ മറിഞ്ഞു വീണ് മരിച്ചു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോഴേക്കും അജാക്സിനും മെനിലിയോസും തളർന്നുപോയി. ഹെക്ടറും മരണവും മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. സഹായത്തിനു വേണ്ടി മെനിലിയോസ് എല്ലാ സേനാധിപന്മാരെയും ഉറക്കെ വിളിച്ചു. ചെറിയ അജാക്സും ഐഡോമിനിയോസും മെരിയോണിയോസും ഓടിയെത്തി. എല്ലാവരും തങ്ങളുടെ പരിചകൾ പെട്രോക്ലോസിന്റെ മൃതദേഹത്തിന് ചുറ്റും വരിച്ച് കാവൽ നിന്നു. ട്രോജന്മാരെ ഇപ്പോൾ അപ്പോളോ ദേവൻ വേഷപ്രച്ഛന്നനാവെന്ന് പ്രോത്സാഹിപ്പിച്ചു. സമരം വീണ്ടും ഉഗ്രമായി. പെട്രോക്ലോസിന്റെ മൃതദേഹത്തിൽ ഇരുകൂട്ടുകാരും പിടിച്ചു വഹിച്ചു. പടക്കളത്തിലാകെ ഇരുട്ടായിരുന്നു. പടവെട്ടിയവരെല്ലാം ക്ഷീണിച്ച് അവശരായി. അക്കില്ലീസിന് എപ്പോഴും അറിവ് കിട്ടിയിരുന്നില്ല. പെട്രോക്ലോസ് മരിച്ചു കഴിഞ്ഞ വിവരം തന്നെ സ്നേഹിതൻ നഗര കവാടം വരെ ശത്രുവിനെ അനുധാവനം ചെയ്ത ശേഷം ആപത്തു കൂടാതെ മടങ്ങി വരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. യുദ്ധത്തിന് വീണ്ടും ആക്കം വർദ്ധിച്ചു. ശവത്തിനു വേണ്ടിയുള്ള ആ പോരാട്ടത്തിൽ പലരും ശവങ്ങളായി. സിയൂസ് ദേവൻ ഇപ്പോൾ തന്റെ പരിചയമാണെന്ന് ചലിപ്പിച്ചു. അത് കണ്ട് അമ്പരന്ന യവനന്മാർ പരക്കം പാഞ്ഞു. അഥീനയും അപ്പോളയും വേഷപ്രച്ഛന്നരായി മാറി മാറി പ്രത്യക്ഷപ്പെട്ട് രണ്ട് കക്ഷികളെയും പ്രോത്സാഹിപ്പിച്ചു. പിടിച്ചു നിൽക്കുവാൻ പറ്റാതായ ഭയങ്കര നിമിഷത്തിൽ പെട്രോക്ലോസിന്റെ മരണവൃത്താന്തം അക്കില്ലീസിനെ അറിയിക്കുവാൻ വലിയ അജാക്സും മെനിലിയോസും തീരുമാനിച്ചു. പെട്രോക്ലോസിന്റെ മൃതദേഹം വീണ്ടെടുക്കുന്ന കാര്യത്തെക്കുറിച്ചും അക്കില്ലീസിനെ അറിയിക്കുവാൻ അവർ ഒരുങ്ങി. ആന്റിലോക്കസ് എന്നൊരു യുവധീര യവന വടനെ അവർ അതിനേക്കായി ഷട്ടം കെട്ടി അക്കില്ലീസിന്റെ അടുത്തേക്ക് പാഞ്ഞു പിടിച്ചു. ആന്റിലോക്കസ് പാഞ്ഞുപോയി. പക്ഷെ അയാൾ പോയി കഴിഞ്ഞപ്പോൾ മെനിലിയോസ് വലിയ അജാക്സിനോട് പറയുകയാണ്: അക്കില്ലീസ് ഇപ്പോൾ വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഹെക്ടറിനോട് എത്ര രോക്ഷമുണ്ടായാലും തൻ്റെ പടയെടുപ്പില്ലാതെ യുദ്ധം ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായെന്ന് വരില്ല. അതുകൊണ്ട് പെട്രോക്ലോസിന്റെ മൃതശരീരത്തെയും നമ്മുടെ ജീവനെയും രക്ഷിക്കുവാനാണ് നാം ഇപ്പോൾ തയ്യാറാവേണ്ടത്. അപ്പോൾ മെനിലിയോസും മെനിലിയോസും കൂടി പെട്രോക്ലോസിന്റെ മൃതദേഹവും പൊക്കിയെടുത്ത് കൈത്തണ്ടയിലിട്ട് മുന്നോട്ട് നീങ്ങി. പിന്നാലെ കുന്തവും പൊക്കിപ്പിടിച്ച അജാക്സ് കുമാരനും. ആ കാഴ്ച കണ്ടപ്പോൾ ട്രോജന്മാർ അങ്ങോട്ടേക്കെത്തി. അജാക്സുമാർ തിരഞ്ഞു നിന്ന് ആയുധവീര്യം കാട്ടി. അത് വേട്ടനായ്ക്കൾ ഇട്ടോടിക്കുന്ന കാട്ടുപന്നി ഇടയ്ക്കിടയ്ക്ക് പിന്തിരിഞ്ഞു നോക്കുന്നത് പോലെയായിരുന്നു. സമരം കാട്ടുതീ പോലെ പടർന്നു. ഹെക്ടറും ഈനിയസ്റ്റും ഘോരമായി പൊരുതി. അവരോട് ഏറ്റുമുട്ടിയ യവനരും കാലപുരി പോയി. ആന്റിലോക്കസ് എന്നപ്പോൾ അക്കില്ലീസ് തന്റെ കപ്പലുകൾക്ക് മുമ്പിലായി ചിന്താധീനനായി ഇരിക്കുകയായിരുന്നു. ആ മനസ്സിൽ കൂടി പലതും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പെട്രോക്ലോസിന് എന്തു പറ്റി കാണും? അദ്ദേഹം വധിക്കപ്പെട്ട് കാണുമോ? കപ്പലുകളിലെ തീ കെടുത്തി കഴിഞ്ഞു. അവൻ ഉടങ്ങി മടങ്ങി വരേണ്ടതായിരുന്നല്ലോ. ഹെക്ടറിനോട് ഏറ്റുമുട്ടുവാൻ പറഞ്ഞിരുന്നില്ലല്ലോ. അക്കില്ലീസിന്റെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങിയപ്പോൾ ആന്റിലോക്കസ് അദ്ദേഹത്തിന് മുമ്പിലെത്തി വിവരമറിയിച്ചു. പെട്രോക്ലോസ് വധിക്കപ്പെട്ടിരിക്കുന്നു. മൃതശരീരത്തിന് വേണ്ടിയുള്ള പൊരിഞ്ഞ പോരാട്ടമാണിപ്പോൾ നടക്കുന്നത്. കവചം ഹെക്ടർ കൈവശപ്പെടുത്തി. അക്കില്ലീസ് പൊട്ടിത്തെറിച്ചുപോയി. വാവിട്ട് കരഞ്ഞു. ദുഃഖം താങ്ങുവാനാകാതെ നിലത്ത് കിടന്നുരുണ്ട് നിലവിളിച്ചു. തേറ്റീസ് മകന്റെ വിലാസശബ്ദം കേട്ട് സമുദ്രത്തിനടിയിലുള്ള ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ജലപ്പരപ്പിലൂടെ നടന്ന് ട്രോജൻ തീരത്തെത്തി. അമ്മയെ കണ്ടപ്പോൾ അക്കില്ലീസ് ഗദ്ഗതത്തോടുകൂടി പറഞ്ഞു: എന്നെ കൂടാതെ യുദ്ധത്തിന് പുറപ്പെട്ട യവനന്മാരെ സിയൂസ് ദേവൻ പരാജയപ്പെടുത്തിയത് ശരിയാണ് അമ്മയെ. പക്ഷേ എൻ്റെ പ്രാണസ്നേഹിതൻ പെട്രോക്ലോസിന്റെ മരണം ഞാൻ എങ്ങനെ സഹിക്കും? ഞാനിനി വിട്ടിലേക്കില്ല. ഹെക്ടറിനെ എൻ്റെ കുന്തം കൊണ്ട് കുത്തി പെട്രോക്ലോസിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യും. അതിന് നിനക്കിനി നാളുകൾ ജീവിക്കുവാൻ അവശേഷിച്ചിട്ടില്ലല്ലോ. തേറ്റീസ് തീവ്ര ദുഃഖത്തോടുകൂടി അറിയിച്ചു. ഹെക്ടറിനെ കൊന്നുകഴിഞ്ഞാൽ ഉടൻ വിധി നിന്നെ പിടികൂടുന്നതാണ്. വിധി എനിക്ക് എന്ത് കരുതി വെച്ചിരിക്കുന്നത് എന്ന് പ്രശ്നമല്ല, അക്കില്ലീസ് മറുപടി പറഞ്ഞു. സമരത്തിൽ ഏറ്റവും സമർത്ഥനായ ഞാൻ ആഗമെമ്നോടിനുള്ള കോപം നിമിത്തം നിവൃത്തം അനുഷ്ഠിച്ചിരുന്നത് മഹാ അപരാധമായി പോയി. എൻ്റെ കോപം എന്നെ അന്ധനാക്കി മാറ്റിയതാണ്. എനിക്ക് പറ്റിയ അബദ്ധവും അതുതന്നെയാണ്. മരണത്തെ ഞാൻ തിരുമ്പും പേടിക്കുന്നില്ല. ഖ്യാതിയാണ് എനിക്കിപ്പോൾ വേണ്ടത്. ഞാൻ അതുകൊണ്ട് രണഭൂമിയിലേക്ക് കുതിക്കുകയാണ്. പക്ഷെ നിന്റെ കവചം നിനക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? ദേവശില്പിയായ ഫെവസ്റ്റോസിനെ കൊണ്ട് പുതിയൊരു കവചം മണികഴിപ്പിച്ച് നാളെ രാവിലെ ഞാൻ ഇവിടെ എത്തിക്കാം. നീ അതുവരെ യുദ്ധത്തിന് ഇറങ്ങരുത്, അമ്മ മകനെ ആശ്വസിപ്പിച്ചു. തേറ്റീസ് എന്നിട്ട് ദേവശില്പിയെ കാണുവാൻ ഒളിമ്പസിലേക്ക് തിരിച്ചു. പടക്കളത്തിൽ അപ്പോഴും പെട്രോക്ലോസിന്റെ മൃതശരീരത്തിനു വേണ്ടിയുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രീക്കുകാർ ആ മൃതശരീരം കപ്പലത്തിലേക്ക് 3 പ്രാവശ്യം എത്തിച്ചെങ്കിലും 3 പ്രാവശ്യവും ഹെക്ടർ അതിന്റെ കാലുകളിൽ പിടിച്ചു വലിച്ച ആ ശ്രമത്തെ പരാജയപ്പെടുത്തി. അലറിപ്പാഞ്ഞും ചീറിയടിച്ചും വെട്ടിത്തിരിഞ്ഞും ഹെക്ടർ പ്രതിയോഗികളുടെ അണികളിന്മേൽ സംഭ്രാന്തി വിതച്ചു. അപ്പോഴാണ് ഹെറാദേവിയുടെ ഒരു രഹസ്യ സന്ദേശവുമായി ഐറിസ് ദേവി അക്കില്ലീസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്.
പെട്രോക്ലോസിന്റെ ശരീരത്തിന് വേണ്ടിയുള്ള ഉഗ്രമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ തലവെട്ടി കൊലക്കുറ്റിയിൽ കുത്തി നിർത്തുവാനാണ് ഹെക്ടറിന്റെ ഉദ്ദേശമെന്നും ആ ശരീരത്തിന് നേരിടുന്ന ഏതൊരു അപമാനമോ അക്കില്ലീസിന്റെ മാനത്തെയാണ് ബാധിക്കുന്നതെന്നും ദേവി അറിയിച്ചു. പക്ഷേ കവചം നഷ്ടപ്പെട്ട അക്കില്ലീസ് എങ്ങനെ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുവാനാണ്? വല്ലവരുടെയും പടക്കോപ്പ് അണിയാമെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിനൊട്ടും പാകമാകുകയുമില്ല. അതുകൊണ്ട് ഫെഫസ്റ്റോസിൽ നിന്ന് പുതിയ കവചവുമായി തൻ്റെ അമ്മ മടങ്ങിയെത്തുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ കോട്ടമതിലിന് മുമ്പ് ചെന്ന് ട്രോജന്മാരുടെ നേരെ അക്കില്ലീസ് ഒന്ന് തല കാണിച്ചാൽ അവർ നെട്ടോട്ടം ഓടുമെന്ന് ദേവി പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അതിന് തയ്യാറായി. ഐറിസ് മറിഞ്ഞപ്പോൾ അഥീന അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൾ അക്കില്ലീസിന്റെ തോളിൽ ഒരു കനിത്ത പരിച അണിയിച്ചു. ശിരസിന് മുകൾ ഭാഗം സ്വർണ്ണവർണ്ണമായ ഒരു ധൂമി കൊണ്ട് ആവരണം ചെയ്തു. അപ്പോൾ കോട്ടമതിൽ കടന്ന് കിടങ്ങിനരികിൽ ചെന്നുകൊണ്ടുകൊണ്ട് അക്കില്ലീസ് യവനസേനകളെയോട് ആഹ്വാനം ചെയ്തു. അക്കില്ലീസിന്റെ ഗംഭീര ശബ്ദം മുഴങ്ങിക്കേട്ടപ്പോൾ ട്രോജൻ സേനകളും കുതിരകളും പരിഭ്രമിച്ചോടി. അവരുടെ കാലാൾപ്പടിയും കിടുകിടാ നടുങ്ങി. സ്വന്തം മണികളിലെ കുന്തങ്ങൾ ഏറ്റു തന്നെ പലരും മരണമടഞ്ഞു. പെട്രോക്ലോസിന്റെ മൃതശരീരവുമായി യവനന്മാർ രക്ഷപ്പെട്ടു. പാളയത്തിനകത്തേക്ക് കൊണ്ടുവന്ന പെട്രോക്ലോസിന്റെ മൃതശരീരം ഒരു മഞ്ചത്തിൽ കിടത്തി. തൻ്റെ പ്രിയ സുഹൃത്ത് ശരീരമാസകലം മുറിവുകളോടുകൂടി മഞ്ചത്തിൽ ശയിക്കുന്ന കാഴ്ച കണ്ട് അക്കില്ലീസ് ചുടുകണ്ണുനീർ പൊഴിച്ചു. താനും തൻ്റെ പ്രിയ സുഹൃത്തുക്കളുമായുള്ള ജീവിതത്തെ കുറിക്കുന്ന ഓർമ്മകൾ ഓരോന്നായി ഓടിയെടുത്തപ്പോൾ അക്കില്ലീസ് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ പൊട്ടിക്കരിഞ്ഞുപോയി. കരച്ചിൽ ഒട്ടവസാനിപ്പിച്ചപ്പോൾ തൻ്റെ വീരകരങ്ങൾ കൊണ്ട് കുന്തത്താൽ കുത്തിയിറക്കപ്പെട്ട ചങ്ങാതിയുടെ മാറിടം തടവി. എനിക്കിപ്പോൾ ഒരു കടമയുണ്ട്. അക്കില്ലീസ് പെട്ടെന്ന് തലയുയർത്തിക്കൊണ്ട് അലറി. പെട്രോക്ലോസിന്റെ മൃതദേഹം സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹെക്ടറുടെ കഴുത്തിൽ നിന്ന് അയാളുടെ ശിരസ് വേർപെടുത്തും. അക്കില്ലീസിന്റെ അനുചരന്മാർ അനന്തരം പെട്രോക്ലോസിന്റെ ദേഹം ചുടുവെള്ളത്തിൽ കഴുകി രക്തക്കറയും അഴുക്കും കളഞ്ഞ് ഒലിവെണ്ണ പുരട്ടി. മുറിവുകളിൽ ഔഷധ കുഴമ്പ് തേച്ച് ഒരു വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് മഞ്ചത്തിൽ കിടത്തി. രാത്രി മുഴുവൻ ആ പാളയത്തിൽ നിന്നും വിലാപത്തിന്റെ ദീനസ്വരം പുറത്തേക്ക് പൊട്ടിയൊഴുകിക്കൊണ്ടേയിരുന്നു. ട്രോജൻകാർ ഈ സമയം മുഴുവൻ ഒരു കാര്യാലോചന യോഗം കൂടുകയായിരുന്നു. പോളീസ് ഡമാസാണ് യോഗത്തിൽ ആദ്യം സംസാരിച്ചത്. തങ്ങളുടെ നഗരത്തിലേക്ക് മടങ്ങണമെന്നും ശത്രുവിൻ്റെ മുമ്പിൽ വെളും പ്രദേശത്ത് കഴിക്കൂടുന്നത് അപകടമാണെന്നും നാളത്തെ പ്രഭാവം മുതൽ പ്രതിരോധത്തിന് തയ്യാറെടുത്താൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഹെക്ടർ ആ അഭിപ്രായം ഒട്ടും രുചിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ആദ്യമായി സുഖമായി അത്താഴം കഴിക്കുക, പിന്നെ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് കാവൽ നടത്തുക, രാവിലെ ആയുധങ്ങൾ ധരിച്ച് ഗ്രീക്ക് കപ്പലുകളെ ആക്രമിക്കുക. അക്കില്ലീസ് യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ ഇറങ്ങട്ടെ, ഞാൻ അയാളെ നേരിടുവാൻ തയ്യാറാണ്. ഹെക്ടറിൻ്റെ അഭിപ്രായം എല്ലാവരും ആർത്തോമോദം അംഗീകരിച്ചു. അഥീനാദേവിയായിരുന്നു ആ വിഡ്ഢിത്തത്തിലേക്ക് അവരെ ചാടിച്ചത്. അക്കില്ലീസിന്റെ കവചം പണി കഴിപ്പിക്കുവാൻ ഒളിമ്പിലിസിലേക്ക് പോയ തേറ്റിസ് അവിടെ എത്തി ദേവശില്പിയായ ഫെഫസ്റ്റോസിനെ കണ്ടു. കഥകളെല്ലാം വിസ്തരിച്ചതിന് ശേഷം അക്കില്ലീസിന് വേണ്ടി ഒരു കുന്തവും പടത്തൊപ്പിയും കണങ്കാൽ മൂടുന്ന ഒരു ജോഡി ചെരുപ്പും ഒരു കഞ്ചുകവും ശരിപ്പെടുത്തിയെടുക്കാമെന്ന് താൻ വന്നിട്ടുള്ളതാണെന്ന് അറിയിക്കുകയും ചെയ്തു. എല്ലാം താൻ ഉടൻ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവശില്പി തന്റെ പണിപ്പുരയിൽ കിടന്ന് ജോലി തുടങ്ങി. ഹെഫസ്റ്റോസ് ആദ്യമായി 5 കൊള്ളുകളിൽ പരപ്പേറിയ ഒരു കനത്ത പരിചയാണ് ഉണ്ടാക്കിയത്. പിന്നെ കത്തിക്കാളുന്ന അഗ്നിയേക്കാൾ ഉജ്ജ്വലമായ ഒരു കഞ്ചുകവും അക്കില്ലീസിന്റെ ചെന്നിത്തടങ്ങൾ കിണക്കുന്ന ഒരു ഉരുക്കൻ പടത്തൊപ്പിയും ഉപ്പൂറ്റി മൂടുന്ന ഒരു ജോഡി ചെരുപ്പും കൂടി ഉണ്ടാക്കിയ ശേഷം അവയെല്ലാം കൂടി ഹെഫസ്റ്റോസ് തേറ്റീസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. പഴക്കോപ്പുകൾ കിട്ടേണ്ട താമസം. തേറ്റീസ് അതും വാങ്ങി ഒളിമ്പിൽസിൽ നിന്ന് മകന്റെ അടുക്കിലേക്ക് ഒരു മുതലക്കൂപ്പ് കുത്തി. തുടരും.